റെസ്പിറേറ്ററി സിസ്റ്റം മലയാളം എക്സ്പ്ലനേഷൻ. റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് നേസൽ ക്യാവിറ്റിയിൽ നിന്നും അത് എൻഡ് ചെയ്യുന്നത് ബ്രോങ്കിയോൾസിൽ ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അപ്പറും ലോവറായിട്ടും. അപ്പറിൻ്റെ അകത്ത് വരുന്നത് നേസൽ ക്യാവിറ്റി, ഫാരിങ്സും ലാരിങ്സും. ലോവറിൻ്റെ അകത്ത് വരുന്നതാണ് ട്രക്കിയ, പൾമണറി ബ്രോങ്കൈ ആൻഡ് ലങ്സ്. റൈറ്റ് ലങ്ങിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സുപ്പീരിയർ അപ്പർ ലോബ് എന്നും മിഡിൽ ലോബ് എന്നും ഇൻഫീരിയർ ലോവർ ലോബ് എന്നും. ലെഫ്റ്റ് ലങ്സിനെ രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സുപ്പീരിയർ അപ്പർ ലോബും ഇൻഫീരിയർ ലോവർ ലോബും. ട്രക്കിയൽ ട്രീ എന്ന് പറയുന്നത് ലാരിങ്സ്, ട്രക്കിയ, പിന്നെ ഈ ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ലെഫ്റ്റും റൈറ്റുമായിട്ട്. റൈറ്റ് മെയിൻ ബ്രോങ്കസും ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസും. പിന്നെ അതിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കയും, പിന്നെ അതിലും ചെറുതാണ് ബ്രോങ്കിയോൾസ്. ഈ കാണുന്നതാണ് ആൽവിയോളാർ സാക്ക്. ഇവിടെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇത് നിറയെ കാപ്പിലറീസ് ആണ്, അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ചിന് വേണ്ടി. പിന്നെ ഇതിൽ മ്യൂക്കസ് ഗ്ലാൻഡ്സും ഉണ്ട്. ഇത് ലങ്സിൻ്റെ ഫിസിയോളജി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജാറിനകത്ത് രണ്ട് ബലൂൺ വെച്ചിരിക്കുകയാണ്. ഇൻസ്പിറേഷൻ്റെ സമയത്ത് ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, എയർ വന്നിട്ട്. അതേ സെയിം ടൈമിൽ തന്നെ ഡയഫ്രം താഴോട്ട് മൂവ് ആവുകയും ചെയ്യും. ഇനി എക്സ്പിറേഷൻ്റെ സമയത്ത് ലങ്സിലുള്ള എയർ പുറത്തോട്ട് പോകുമ്പോൾ ലങ്സ് നോർമൽ പൊസിഷനിലും എത്തും, ഡയഫ്രമാറ്റിക് ലെവലിലും എത്തുന്നതായിരിക്കും. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ ആ ഒരു ഫിസിയോളജി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഡയഫ്രം തോറാക്സിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും കൂടെ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഡയഫ്രം തോറാക്സിക് ക്യാവിറ്റിയെ സപ്പോർട്ട് ചെയ്യും ഇൻസ്പിറേഷൻ്റെ സമയത്തും എക്സ്പിറേഷൻ്റെ ടൈമിലും. ഇതൊരു ആൽവിയോളാർ സാക്കാണ്. ഇവിടെ നമുക്ക് കാണാം പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ കൊണ്ടെത്തും പ്യൂരിഫിക്കേഷന് വേണ്ടി. ഇവിടെ ആൽവിയോളാർ സാക്കിലുള്ള ഓക്സിജനെ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാപ്പിലറി വെയിൻ വഴി തിരിച്ച് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നതായിരിക്കും. ലങ്സിൽ എയർ മൂവ്മെൻറ്റ് നടക്കുന്നത് പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻട്രാ ആൽവിയോളാർ പ്രഷറും കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രാ ആൽവിയോളാർ പ്രഷർ കുറവാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും. ഈ നെഗറ്റീവ് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട് ഇൻസ്പിറേഷൻ്റെ സമയത്ത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ബോയിൽസ് ലോ. ഈ ലോയിൽ പറയുന്നത് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പം പ്രഷർ ഡിക്രീസ് ചെയ്യുമെന്നാണ്. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.